വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ട കുറച്ച് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്. 2026 കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസമാണ് മാക്സിമം ഇപ്പോൾ നമ്മൾ കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നത്. കാരണം 2024-25 വർഷങ്ങളിലെ കറണ്ട് അഫയേഴ്സ് പൂർണ്ണമായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അത് കാണാത്ത കുട്ടികളാണെങ്കിൽ നമ്മുടെ ചാനലിൽ കറണ്ട് അഫയേഴ്സ് എന്നുള്ള ഹെഡിലെ പ്ലേലിസ്റ്റിൽ അത് കൊടുത്തിട്ടുണ്ട്. കൃത്യമായിട്ട് കണ്ടു നോക്കുക. ടെലിഗ്രാം ചാനൽ ഫോളോ ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ ടെലിഗ്രാം ചാനലിലും ടീച്ചർ അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് കണ്ടു നോക്കൂ. ഇപ്പൊ നമ്മൾ 2026 പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കുന്നത്. അപ്പൊ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. 2026 അതുപോലെ തന്നെ 2027, ആ 2026-27 എന്ന് പറയുന്ന സാമ്പത്തിക വർഷത്തില് ഇന്ത്യ ഒരു വളർച്ചാ നിരക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. ഏത് രീതിയിലുള്ള വളർച്ചാ നിരക്കാണ്? ആഭ്യന്തര ഉൽപാദന വളർച്ചാ നിരക്ക്. എന്താണ്? ആഭ്യന്തര ഉൽപാദന വളർച്ചാ നിരക്ക്. അപ്പോ 2026-27 സാമ്പത്തിക വർഷം ഇന്ത്യ പ്രതീക്ഷിക്കുന്ന ആഭ്യന്തര ഉൽപാദന വളർച്ചാ നിരക്ക് എത്ര പെർസെന്റേജ് ആണ് എന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ടത്. 7 to 7.4%, 7 മുതൽ 7.4% വരെ വളർച്ചാ നിരക്കാണ് 2026-27 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യ പ്രതീക്ഷിക്കുന്ന ആഭ്യന്തര ഉൽപാദന വളർച്ചാ നിരക്ക് എന്ന് ഓർത്തു വെക്കണം കേട്ടോ. ഇനി നമ്മൾ 2026 തന്നെ ഫെബ്രുവരി മാസത്തില് കേരളത്തിലെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ജലവൈദ്യുത പദ്ധതി, ആ പദ്ധതി ആരംഭിച്ചതിന്റെ 50ാമത്തെ പദ്ധതി പ്രവർത്തനം തുടങ്ങിയതിന്റെ 50ാമത്തെ വാർഷികം ആഘോഷിക്കുകയുണ്ടായി. അങ്ങനെ കേരളത്തിലെ ഏത് ജലവൈദ്യുത പദ്ധതിയാണ് ആ പദ്ധതി പ്രവർത്തനം തുടങ്ങിയതിന്റെ 50ാമത്തെ വാർഷികം ആഘോഷിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയായ ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ് എന്ന് ഓർത്തു വെക്കണം കേട്ടോ. ഇനി അടുത്തത് 2025-26 സീസണിലെ രഞ്ജി ട്രോഫി ജേതാക്കൾ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് അറിയാലോ? നിങ്ങൾക്ക് കേട്ടിട്ടില്ലേ? ഏതാ ഉത്തരം? ഇതിനു മുമ്പ് ഒരു ക്ലാസ്സിൽ ടീച്ചർ പറഞ്ഞിട്ടുണ്ടോന്ന് സംശയമുണ്ട്. ജമ്മു കാശ്മീരാണ്. 2025-26 സീസണിലെ രഞ്ജി ട്രോഫി ജേതാക്കൾ ആരാണ്? ജമ്മു കാശ്മീരാണ് എന്ന് മനസ്സിലാക്കാം കേട്ടോ. ഇനി കേരളത്തിൽ ആദ്യമായി ഒരു റോബോട്ടിക് സഫാരി പാർക്ക് ഉദ്ഘാടനം ചെയ്യണ്ടായി. എന്താണ് അതിന്റെ പേര്? റോബോട്ടിക് സഫാരി പാർക്ക് എന്നാണ് അതിന്റെ പേര്. അങ്ങനെ കേരളത്തിൽ ആദ്യമായിട്ട് ഉദ്ഘാടനം ചെയ്ത റോബോട്ടിക് സഫാരി പാർക്ക് എവിടെയാണ് ഉദ്ഘാടനം ചെയ്തത്? ചാവക്കാടാണ്. ചാവക്കാട് ഏത് ജില്ലയിലാണ്? തൃശൂർ ജില്ലയിലാണ് എന്നും കൂടെ ഓർത്തു വെക്കണം. ഇനി നമ്മൾ AI സാങ്കേതിക വിദ്യയുടെ സഹായത്തോടുകൂടി EMS സ്മൃതി മ്യൂസിയം എവിടെയാണ് നിലവിൽ വരുന്നത്? EMS സ്മൃതി മ്യൂസിയം AI സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ EMS സ്മൃതി മ്യൂസിയം നിലവിൽ വരികയാണ്. നിലവിൽ വരുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ കേരള നിയമസഭയാണ് എന്ന് ഉത്തരം പറയണം. അപ്പൊ കേരള നിയമസഭയിൽ AI സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ EMS സ്മൃതി മ്യൂസിയം നിലവിൽ വരുന്നു. അടുത്തത് നോക്കൂ. 2026 വിന്റർ ഒളിമ്പിക്സിന്റെ മോട്ടോ എന്താണ്? പലപ്പോഴും നമ്മളോട് ഒളിമ്പിക്സിന്റെ മോട്ടോ ചോദിക്കാറുണ്ട്. അപ്പൊ 2026 വിന്റർ ഒളിമ്പിക്സിന്റെ മോട്ടോ ഒന്ന് നമ്മൾ പഠിച്ചു വെക്കണം. ഡ്രീമിംഗ് ടുഗദർ എന്നാണ്. എന്താ മക്കളെ? ഡ്രീമിംഗ് ടുഗദർ. ക്ലിയർ ആയോ? ഡ്രീമിംഗ് ടുഗദർ എന്നാണ്. അപ്പൊ നമ്മളിപ്പോ ഇതിൽ മുഴുവൻ 2026 കൂടുതലും ഫെബ്രുവരിയിലത്തെ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ ഫെബ്രുവരി 2 ഏത് ദിനമായിട്ടാണ് ആചരിക്കുന്നത് എന്ന് അറിയുന്നുണ്ടാവും അല്ലെ? അറിയാത്ത കുട്ടികൾക്കായിട്ട് ടീച്ചർ പറയാണ്, ലോക തണ്ണീർത്തട ദിനമാണ്. ലോക തണ്ണീർത്തട ദിനമാണ് ഫെബ്രുവരി 2. അതുപോലെ തന്നെ മറ്റ് ദിനങ്ങൾ പ്രസിദ്ധമല്ല എന്നല്ല, അല്ലെങ്കിൽ പ്രശസ്തമല്ല എന്നല്ല, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് അടുത്തത് ഫെബ്രുവരി 21. അത് അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനമാണ്. അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനം എന്നാണ് ഫെബ്രുവരി 21. ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി 2. ഏതാണ്? ഫെബ്രുവരി 2. എഴുതിയില്ലേ ടീച്ചർ? ഫെബ്രുവരി 2 കേട്ടോ.
അപ്പൊ ഒന്ന് പറഞ്ഞേ, 2026-27 സാമ്പത്തിക വർഷത്തില് ഇന്ത്യ പ്രതീക്ഷിക്കുന്ന ആഭ്യന്തര ഉൽപാദന വളർച്ചാ നിരക്ക് എത്രയാ? 7 to 7.4% ആണ്. 2026 ഫെബ്രുവരിയില് കേരളത്തിൽ 50-ാമത്തെ വാർഷികം ആഘോഷിച്ച പ്രവർത്തനത്തിന്റെ 50-ാമത്തെ വാർഷികം ആഘോഷിച്ച ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഇടുക്കിയാണ്. 2025-26 സീസണിലെ രഞ്ജി ട്രോഫി ജേതാക്കൾ ആരാണ്? ജമ്മു കാശ്മീരാണ്. കേരളത്തിലെ ആദ്യത്തെ റോബോട്ടിക് സഫാരി പാർക്ക് എവിടെയാണ് ഇനോഗ്രേറ്റ് ചെയ്തത്? തൃശൂർ ജില്ലയിലെ ചാവക്കാടാണ്. ഇനി AI സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ EMS സ്മൃതി മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ്? കേരള നിയമസഭയിലാണ്. 2026 വിന്റർ ഒളിമ്പിക്സിന്റെ മോട്ടോ എന്താണ്? ഡ്രീമിംഗ് ടുഗദർ എന്നാണ്. ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനവും ഫെബ്രുവരി 21 അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനവുമാണ്. അപ്പൊ ഈ സ്ലൈഡിലുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായി കാണുന്നു വിചാരിക്കുന്നു. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കണ്ണകി ശില്പം, ലോകത്തിലെ ഏറ്റവും വലിയ കണ്ണകി ശില്പം നിർമ്മിക്കുന്ന ക്ഷേത്രം ഏതാണ്? ആറ്റുകാൽ ക്ഷേത്രം. ലോകത്തിലെ ഏറ്റവും വലിയ കണ്ണകി ശില്പം നിർമ്മിക്കുന്ന ക്ഷേത്രം ആറ്റുകാൽ ക്ഷേത്രം. ഇനി 2026 പ്രേം നസീർ പുരസ്കാരം, 2026 പ്രേം നസീർ പുരസ്കാരം നേടിയത് പ്രിയദർശൻ. ആരാ നേടിയത്? പ്രിയദർശനാണ് എന്ന് മനസ്സിലാക്കാം. 2026 റിപ്പബ്ലിക് ദിന പരേഡിൽ 2026 77-ാമത്തെ റിപ്പബ്ലിക് ദിനമായിരുന്നു. ആ റിപ്പബ്ലിക് ദിന പരേഡിൽ ഇന്ത്യൻ വ്യോമസേന ആദ്യമായിട്ട് അവതരിപ്പിക്കുന്ന പുതിയ ഫ്ലൈ പാസ്റ്റ് ഫോർമേഷൻ ഏതാണ്? ഫ്ലൈ പാസ്റ്റ് ഫോർമേഷൻ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം നമ്മൾ പറയും സിന്ദൂർ ആണ്. ഏതാണ്? സിന്ദൂർ. ക്ലിയർ ആയോ? 2026 റിപ്പബ്ലിക് ദിന പരേഡിൽ ഇന്ത്യൻ വ്യോമസേന ആദ്യമായി അവതരിപ്പിക്കുന്ന പുതിയ ഫ്ലൈ പാസ്റ്റ് ഫോർമേഷൻ ആണ് ഏത്? സിന്ദൂർ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ കേരളത്തിലെ മൃഗ സംരക്ഷണ വകുപ്പിന്റെ പൂർണ്ണമായ ഡിജിറ്റൽ വൽക്കരണം ലക്ഷ്യമിട്ട് മൃഗസംരക്ഷണ വകുപ്പിന്റെ ഡിജിറ്റലൈസേഷൻ അഥവാ ഡിജിറ്റൽ വൽക്കരണം ലക്ഷ്യമിട്ട് നടപ്പിലാക്കുന്ന പദ്ധതിക്ക് വിളിക്കുന്ന പേര് എന്താണ്? പദ്ധതിയുടെ പേര്? ഈ സമൃദ്ധ എന്നാണ്. കേരള മൃഗസംരക്ഷണ വകുപ്പ് അല്ലെ അവരുടെ പൂർണ്ണമായിട്ടുള്ള ഡിജിറ്റലൈസേഷൻ ലക്ഷ്യമിട്ട് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേര് എന്താണ്? ഈ സമൃദ്ധ എന്നാണ് ആ പദ്ധതിയുടെ പേര്. ഇനി ഇന്ത്യൻ വ്യോമസേനയുടെ വായുശക്തി 2026 വേദിയായത് എവിടെയാണ് വേദിയായത്? പൊക്രാനാണ്. എവിടെയാണ്? പൊക്രാൻ. ഇന്ത്യൻ വ്യോമസേനയുടെ വായുശക്തി 2026 വേദിയായത് പൊക്രാനാണ്. സംസ്ഥാന സർക്കാരിന്റെ, അതായത് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ 2026 നിശാഗന്ധി പുരസ്കാരത്തിന് അർഹയായത് ആരാണ്? ദർശന ജാവേരിയാണ്. ആരാണ്? ദർശന ജാവേരി. ആരാണ് അർഹയായത്? ദർശന ജാവേരിയാണ് എന്ന് ക്ലിയർ ആക്കുക. അടുത്തത് നമുക്കറിയാം PSLV-C 62 അതിന്റെ പരാജയം ഉണ്ടായി എന്ന് നമുക്കറിയാം. വിക്ഷേപണ പരാജയമായിരുന്നു PSLV-C 62 അല്ലെ. അതിന്റെ പരാജയത്തെ കുറിച്ച് അന്വേഷിക്കാനായി നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ഒരു ഉന്നതതല സമിതിയെ നിയോഗിച്ചു. അതിന്റെ അധ്യക്ഷൻ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൊഫസർ കെ വിജയരാഘവനാണ്. PSLV-C 62 പരാജയത്തെ കുറിച്ച് അന്വേഷിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച ഉന്നതതല സമിതിയുടെ അധ്യക്ഷൻ ആരാണ്? പ്രൊഫസർ കെ വിജയരാഘവനാണ്. ഇനി അടുത്തത് കർഷകരെ
കർഷകരുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ് അടുത്തത്. കർഷകർക്ക് കാലാവസ്ഥാ വിപണികൾ ഉൾപ്പെടെ സ്വന്തം ഭാഷയിൽ അറിയാനായി. എങ്ങനെ? അതായത് കർഷകരുടെ ഭാഷ ഏതാണോ ആ കർഷകരുടെ ഭാഷയിൽ അറിയുന്നതിനായി, സ്വന്തം ഭാഷയിൽ അറിയുന്നതിനായി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ, അതായത് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന്റെ എന്താണ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഏതാണ് എന്നാണ് ചോദ്യം. സെൻട്രൽ ഗവൺമെന്റിന്റെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിന്റെ പേര് ഭാരത് വിസ്കാർ എന്നാണ്. എന്താണ്? ഭാരത് വിസ്കാർ എന്നാണ് അതിന്റെ പേര്. അപ്പൊ കർഷകർക്ക് കാലാവസ്ഥാ വിപണി വിവരങ്ങൾ അറിയുന്നതിനായി അല്ലെ, അതെങ്ങനെ അറിയാനായിട്ട്? സ്വന്തം ഭാഷയിൽ അറിയാനായിട്ട് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഭാരത് വിസ്കാർ ആണ്. ഇപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ സ്ലൈഡില് വേൾഡിലെ വലിയ കണ്ണകി ശില്പം നിർമ്മിക്കുന്നു ആറ്റുകാൽ ക്ഷേത്രത്തില്. 2026 പ്രേം നസീർ പുരസ്കാരം പ്രിയദർശൻ നേടി. 2026 റിപ്പബ്ലിക് ദിന പരേഡില് ഇന്ത്യൻ വ്യോമസേന ആദ്യമായിട്ട് ഫ്ലൈ പാസ്റ്റ് ഫോർമേഷൻ കൊണ്ടുവന്നു. ഏതാണത്? സിന്ദൂറാണ്. കേരളത്തിലെ മൃഗസംരക്ഷണ വകുപ്പിന്റെ പൂർണ്ണമായിട്ടുള്ള ഡിജിറ്റൽ വൽക്കരണം ഉദ്ദേശിച്ച് ലക്ഷ്യമിട്ട് കൊണ്ടുവന്നിട്ടുള്ള പദ്ധതി ഈ സമൃദ്ധ. ഇന്ത്യൻ വ്യോമസേനയുടെ വായുശക്തി 2026 എന്താണ് വേദി എവിടെയാണ്? പൊക്രാൻ. സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ 2026 നിശാഗന്ധി പുരസ്കാരം നേടിയത് ദർശന ജാവേരി. PSLV-C 62 പരാജയത്തെ തുടർന്ന് അതിനെക്കുറിച്ച് പഠിക്കാൻ സെൻട്രൽ ഗവൺമെന്റ് നിയോഗിച്ച ഉന്നത സമിതിയുടെ അധ്യക്ഷൻ പ്രൊഫസർ K വിജയരാഘവൻ. കർഷകർക്ക് കാലാവസ്ഥാപരമായിട്ടുള്ള വിപണികളും കാര്യങ്ങളൊക്കെ സ്വന്തം ഭാഷയിൽ അറിയാനായിട്ട് സെൻട്രൽ ഗവൺമെന്റ് ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആരംഭിച്ചു. അതിന്റെ പേര് ഭാരത് വിസ്കാർ. പിന്നെ നമ്മളൊരു 15 ക്വസ്റ്റിനെ പഠിച്ചിട്ടുള്ളൂ. പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, അതായത് 25 കഴിയണ വരെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചിട്ടുണ്ട്. 2026 പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ ഇനി കുറച്ചും കൂടി ഉണ്ട്. അത് അടുത്ത ദിവസത്തെ ക്ലാസ്സിലായിട്ട് തരാം. അങ്ങനെ കുറച്ചാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി എളുപ്പമാണല്ലോ. അപ്പോൾ SCRT പാഠഭാഗങ്ങളും അതുപോലെ തന്നെ പ്രീവിയസ് ഇയറിലെ 80 ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരുമിച്ച് അപ്ലോഡ് ചെയ്യുന്നത് കൊണ്ട് അതൊക്കെ നിങ്ങൾക്ക് പഠിച്ചെടുക്കണ്ടേ. അതുകൊണ്ടാണ് കുറച്ചായിട്ട് നമ്മൾ കറണ്ട് അഫയേഴ്സ് അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ടീച്ചറുടെ ക്ലാസ് ഇഷ്ടപ്പെട്ടു ചെന്ന് ലൈക്ക് ചെയ്യണം. ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യണം. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ടീച്ചർ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും ചെയ്യും കേട്ടോ.